അടുത്ത കൊല്ലത്തെ കർഷകശ്രീ അവാർഡ് എനിക്ക് കിട്ടണമെന്നുള്ള വാശിയിലാണ് കേട്ടോ ഗൈസ് എൻ്റെ പപ്പ. അതിനുവേണ്ടി എന്നെ അതേ നല്ല കഞ്ഞി ലുക്കിൽ നേരെ കൃഷിഭവനിലോട്ട് വിട്ടിട്ടുണ്ട്. ഞാനും ലുക്കും പപ്പയും കൂടിയാണ് പോയത്. 3 പേര് പോയാൽ ഡാഷ് ആയി പോകുമെന്നല്ലേ ഗൈസ് പറയുന്നത്, അതേപോലെ തന്നെ ആയിട്ടുണ്ട്. നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറേ ചെടികളൊക്കെ കണ്ടായിരുന്നു, കുറേ വിത്തുകളൊക്കെ കണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അതെന്തായിരുന്നു ഗൈസ്, മാംഗോസ്റ്റിൻ്റെ ഒക്കെ നല്ല വലിയ ചെടി കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു ചേച്ചി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു, മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ കിട്ടിയ 2 പപ്പങ്ങയാണ് മേടിച്ചത് അവിടെ നിന്ന്. അത് നമുക്ക് 50 രൂപക്കാണ് 2 പപ്പങ്ങ കിട്ടിയത്. ആ അമ്മാമ്മേൻ്റെ കയ്യിലാണ് ഗൂഗിൾ പേ ഉണ്ടായില്ല. പിന്നെ അവിടെയുള്ളൊരു സാറിൻ്റെ കയ്യിലോട്ട് ഇട്ട് കൊടുത്തിട്ട് സാറാണ് ആ അമ്മാമ്മക്ക് പൈസ കൊടുത്തത്. അപ്പോൾ കിട്ടിയുടെ അപ്പ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ ആ പപ്പങ്ങ മാത്രമാണ് എടുത്തുകൊണ്ട് പോയത്. അവിടെയാണെങ്കിൽ മഞ്ഞളുടെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പ പറഞ്ഞു അതൊന്നും ഇപ്പം നടണ്ട നമുക്ക്. പിന്നെ കുറേ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഭാഗ്യക്കേട് കാരണം നമുക്ക് കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ ഭാഗ്യക്കേടല്ല, നമ്മൾ ലേറ്റായി പോയതിനെ കൊണ്ടാണ് കേട്ടോ നമുക്ക് കിട്ടാഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് പപ്പങ്ങയൊക്കെ അവിടെ ഉള്ളൊരു കവറിൽ തന്നെ ആ ചേട്ടൻ ഇട്ട് തന്നിട്ടോ. അങ്ങനെ അതൊക്കെ മേടിച്ച് സെറ്റായിട്ട് നിന്നപ്പോഴാണ് അവിടുത്തെ മാഡം പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമ്പർ തന്നിട്ട് പോവുക, അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വാട്സപ്പ് വഴി വരും, നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വേഗം എൻ്റെ നമ്പറൊക്കെ എഴുതി കൊടുത്തു. അപ്പോൾ മാഡം വിളിക്കുമല്ലോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോൾ തന്നെ എന്നെ മാഡം വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പെട്ടെന്ന് വരാമോ കൃഷിഭവനിലോട്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി പപ്പ എന്നെയും വിളിച്ചുകൊണ്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ട് കൃഷിഭവനിലോട്ട്. അവിടെ ചെന്നിട്ട് പിന്നെ തൈകളാണ് കിട്ടിയത്, കുഞ്ഞി തൈകളില്ലേ, മുളകിൻ്റെയൊക്കെ തൈ, മുളകിൻ്റെയും പിന്നെ പയറിൻ്റെയൊക്കെ തൈ കിട്ടി. പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് വേഗം നടാനുള്ള സെറ്റപ്പിലാണ് ഞാനിപ്പോൾ തക്കാളി മാത്രമേ നടുന്നുള്ളൂ, ബാക്കിയൊക്കെ അമ്മ നടാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഗ്രോ ബാഗ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വെട്ടി ശരിയാക്കിയിട്ട് നമ്മുടെ തൈ 2 നട്ടു. അപ്പോൾ ഇനി ഈ തൈ ഒന്ന് കിളിർത്ത് അതിൽ കായ് വരുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഗൈസ്. പിന്നെ മഴ ആയതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട, അതിൻ്റെ ഒരു സമാധാനമുണ്ട്. കാരണം ഈ ചെടി നടാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര പുറകോട്ടാണ് കേട്ടോ. വെള്ളം ഒഴിക്കാൻ മാത്രമേ മടിയുള്ളൂ, അതിലെ കായൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാൻ ഒരു മടിയില്ല, ഒരു മടിയും കൂടാതെ എടുത്ത് ഞാൻ കഴിക്കാറുണ്ട്. അങ്ങനെ ഞാൻ ചെടിയൊക്കെ ആ വെയിലത്ത് നിന്ന് തന്നെ നട്ടു. ബാക്കി ചെടിയൊക്കെ അമ്മ നടാന്ന് പറഞ്ഞു, ബാക്കിൽ സ്ഥലമുണ്ട് അവിടെ നടാന്ന് പറഞ്ഞു. ഈ ഗ്രോ ബാഗ് വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ അതിൽ നട്ടത്. പിന്നെ വെള്ളം ഒഴിച്ചു. ഇന്നത്തെ വെള്ളം ഒഴിക്കൽ കണ്ടിട്ട് നിങ്ങളൊന്നും അത്ഭുതപ്പെടുകയൊന്നും വേണ്ട, ഇന്ന് മാത്രമേ ഉള്ളൂ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട, അത് വാടിപ്പോകുന്നൊക്കെ ഓർത്ത് സെറ്റായിട്ട് വളരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് നട്ടത്. പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെയാണ് ഗൈസ് നട്ടത്. പിന്നെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഇങ്ങനെ നടുന്നതൊക്കെ നല്ല ശീലമാണ്, നമ്മൾ നേച്ചറിനെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കും. അതിന് വേണ്ടിയിട്ടാണല്ലോ എൻവിറോൺമെൻറ്റൽ ഡേ ഒക്കെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ഹാപ്പി.